എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. റിട്ടയർഡ് ചെയ്തവർക്കും വീട്ടമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും തുടങ്ങിയ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് എല്ലാ മാസവും ഒരേ തീയതിയിൽ ഒരു നിശ്ചിത തുക ലഭിക്കുന്ന ഒരു സ്കീമിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും തുടങ്ങാവുന്നതും വളരെ ജനപ്രീതി ആർജിച്ചതുമായിട്ടുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അഥവാ പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി. MIS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു സ്കീമിൽ എല്ലാ മാസവും കൃത്യമായിട്ടുള്ള വരുമാനം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ നിക്ഷേപിച്ച തുകയ്ക്ക് പൂർണ്ണമായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടി ലഭിക്കുന്നതാണ്. മന്ത്ലി ഇൻകം സ്കീം പ്രകാരം നിങ്ങൾ ഒരു തുക ഒറ്റത്തവണയായിട്ട് പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കേണ്ടതാണ്. അതിന്റെ പലിശ വർഷത്തിൽ കണക്കാക്കി അതിനെ 12 ഡിവൈഡ് ചെയ്ത് എല്ലാ മാസവും നിങ്ങൾക്ക് ആ ഒരു തുക ലഭിക്കുന്നതാണ്. 18 വയസ്സ് പൂർത്തീകരിച്ച ഏതൊരു ഇന്ത്യൻ പൗരനും ഈ ഒരു സ്കീം പോസ്റ്റ് ഓഫീസുകളിൽ തുടങ്ങാവുന്നതാണ്. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പേരിൽ രക്ഷകർത്താക്കൾക്ക് ഈ ഒരു സ്കീം തുടങ്ങാവുന്നതാണ്. ഒറ്റത്തവണയായിട്ട് ഈ ഒരു സ്കീമിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് 5 വർഷം വരെ എല്ലാ മാസവും ഒരു നിശ്ചിത തുക വരുമാനമായിട്ട് ലഭിക്കുകയും 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ നിക്ഷേപിച്ച തുക സുരക്ഷിതമായിട്ട് പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന സ്കീമാണിത്. നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അടുത്ത 5 വർഷത്തേക്ക് കൂടി നിക്ഷേപിക്കാവുന്നതാണ്. പോസ്റ്റ് ഓഫീസിൽ മന്ത്ലി ഇൻകം സ്കീം തുടങ്ങുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക എന്ന് പറയുന്നത് 1000 രൂപയാണ്. പരമാവധി ഒരാൾക്ക് നിക്ഷേപിക്കുന്നത് 9 ലക്ഷം രൂപയുമാണ്. 1000ന്റെ ഗുണിതങ്ങളായിട്ടുള്ള 9 ലക്ഷത്തിന് താഴെയുള്ള ഏത് തുക വേണമെങ്കിലും നിങ്ങൾക്ക് MIA സ്കീമിൽ നിക്ഷേപിക്കാവുന്നതാണ്. വ്യക്തികൾക്ക് നിക്ഷേപിക്കാവുന്ന തുകയുടെ പരിധി 9 ലക്ഷം രൂപയാണ് എങ്കിലും ജോയിന്റ് ആയിട്ട് പരമാവധി 3 പേർക്ക് 15 ലക്ഷം രൂപ വരെ സ്കീമിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഒരാൾക്ക് ഒന്നിലധികം പോസ്റ്റ് ഓഫീസുകളിൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസിൽ തന്നെ ഒന്നിലധികം മന്ത്ലി ഇൻകം സ്കീമുകളിൽ ചേരാവുന്നതാണ്. എന്നാൽ എല്ലാ MIS സ്കീമുകളുമായിട്ട് നിക്ഷേപിക്കാവുന്ന പരമാവധി തുക 9 ലക്ഷം രൂപ വരെ മാത്രമായിരിക്കും. ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഓഫീസിൽ 5 ലക്ഷം രൂപയുടെ MIS സ്കീമിൽ ചേർന്നിട്ടുണ്ട് എങ്കിൽ മറ്റൊരു പോസ്റ്റ് ഓഫീസിൽ വേറൊരു MIS സ്കീമിൽ ചേരുകയാണെങ്കിൽ നിക്ഷേപിക്കാവുന്ന പരമാവധി തുക അവിടെ 4 ലക്ഷം രൂപയായിരിക്കും. 2026 ജനുവരി മാസം മുതൽ മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിക്കുന്നവർക്ക് 7.4% പലിശയാണ് ലഭിക്കുന്നത്. പുതിയ നിരക്കനുസരിച്ച് പരമാവധി തുകയായിട്ടുള്ള 9 ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് മാസം 5550 രൂപ ലഭിക്കുന്നതാണ്. 5 ലക്ഷമാണെങ്കിൽ മാസം 383 രൂപ. 1 ലക്ഷം രൂപയാണ് എങ്കിൽ MIA സ്കീമിൽ നിക്ഷേപിക്കുന്നവർക്ക് പ്രതിവർഷം 7400 രൂപയാണ് ലഭിക്കുന്നത്. മാസത്തിലേക്ക് വരുമ്പോൾ അത് പ്രതിമാസം 617 രൂപ വീതം ലഭിക്കുന്നതാണ്. അതായത് 5 വർഷ കാലാവധി തീരും വരെ ഓരോ മാസവും നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് 617 രൂപ ലഭിക്കുന്നതാണ്. 5 വർഷ കാലാവധി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിക്ഷേപിച്ച 1 ലക്ഷം രൂപ മുഴുവനായിട്ട് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഈ പോസ്റ്റ് ഓഫീസ് പദ്ധതിയിൽ NRIകൾക്ക് നിക്ഷേപിക്കുവാൻ സാധിക്കുന്നതല്ല. MIS നിക്ഷേപത്തിന്റെ എല്ലാ മാസവും ലഭിക്കുന്ന പലിശ നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് രൂപയായിട്ട് ലഭിക്കുന്നതല്ല. നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിങ്ങളുടെ പേരിലുള്ള അല്ലെങ്കിൽ തുടങ്ങുന്നതുമായിട്ടുള്ള സേവിങ്സ് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് തുക എടുക്കാവുന്നതാണ്. ഒരു വ്യക്തിക്ക് നിക്ഷേപിക്കാവുന്ന പരമാവധി തുകയായിട്ടുള്ള 9 ലക്ഷത്തിന് മാസം 5550 രൂപയാണ് ലഭിക്കുന്നതെങ്കിൽ ജീവിത പങ്കാളിയായിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായിട്ടോ ചേർന്ന് ജോയിന്റ് ആയിട്ട് 15 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കുകയാണ് എങ്കിൽ എല്ലാ മാസവും നിങ്ങൾക്ക് 9250 രൂപ വരെ ലഭിക്കുന്നതാണ്. വർഷത്തിൽ 1,11,000 രൂപയാണ് അങ്ങനെ ലഭിക്കുന്നത്. എല്ലാ മാസവും പലിശ വേണ്ടാത്തവർ സാധാരണ ചെയ്യുന്നത് ഈ സ്കീമിലൂടെ എല്ലാ മാസവും ലഭിക്കുന്ന അതേ തുകയുടെ ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീം പോസ്റ്റ് ഓഫീസിൽ തുടങ്ങുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ മാസവും ലഭിക്കുന്ന തുക 5 വർഷം തന്നെ കാലാവധിയുള്ള റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് അടയ്ക്കപ്പെടുന്നതാണ്. MIS സ്കീമിന്റെ 5 വർഷക്കാലം കഴിയുമ്പോൾ ആ നിക്ഷേപ തുകയും കൂടാതെ 5 വർഷ റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീമിലെ തുകയും ഒരുമിച്ച് ലഭിക്കുന്നതാണ്. രണ്ടും ചേരുമ്പോൾ അതൊരു വലിയ തുകയായിരിക്കും. മന്ത്ലി ഇൻകം സ്കീമിൽ നിന്ന് ലഭിക്കുന്ന പലിശ വരുമാനത്തിന് നികുതി ഇളവ് ലഭിക്കുന്നതല്ല. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.